ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് തേങ്ങാപ്പാലൊന്നും എടുക്കാണ്ട് തന്നെ നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ കുക്കറിൽ വേവിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പ് കൂടി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുക്കറിൽ ഒരു 5 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലോണം തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ വന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ആ തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലിൻ്റെ പുറകു വശം വെച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിന് നമുക്ക് നല്ലതായിരിക്കും. അത് കാരണം കയ്യിലുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഗ്യാസ് കത്തിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇഷ്ടു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതിലേക്ക് ലേശം കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്വാദിഷ്ടമായ ഇഷ്ടു കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.